വർഷം 2012 ജർമ്മനിയിലെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻറ് അക്കോമഡേഷനിൽ ബോംബ് പൊട്ടുന്ന പോലത്തെ ഒരു സൗണ്ട് കേട്ട് അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻസ് എല്ലാം ഓടി ഇറങ്ങുവാണ്, അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇവാക്വേറ്റ് ചെയ്യുകയാണ്. എല്ലാവരും പേടിച്ച് ഓടുന്നത് കണ്ടിട്ട് ഒരു മലയാളി കുട്ടി കൂട്ടത്തിൽ നിന്ന് ഇറങ്ങി ഓടി. എന്നിട്ട് പറഞ്ഞു, ഇത് ബോംബല്ല, അരി കുക്കറിലിട്ടതാണെന്ന്. ദിസ് തിങ് ഇസ് കോൾഡ് പ്രഷർ കുക്കർ വിസിലടിക്കുമ്പോൾ ചോറ് വെന്തു എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്കാർ എല്ലാം തിരിച്ച് മുറികളിലോട്ട് കയറിപ്പോയി. അതോടുകൂടി കുക്കർ എന്ന് പറഞ്ഞ സാധനം ഉപേക്ഷിച്ചു. പ്രഷർ കുക്കർ ഇല്ലെങ്കിലും ഇന്ത്യൻ കുക്കിംഗ് ജനറലി വെസ്റ്റേൺ കൺട്രീസിലൊരു ടെററാണ്. മെയിൻ വില്ലൻ മണമാണ്. മണം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത മണമാണ്. ഇത് നമ്മുടെ ദേഹത്തും നമ്മുടെ മുടിയിലും നമ്മുടെ ജാക്കറ്റ്സിലും നമ്മുടെ ഫേർണിച്ചറിലും നമ്മുടെ ചുമരുകളിലും എല്ലാം പറ്റി പിടിച്ചിരിക്കും. നമ്മൾ കുക്ക് ചെയ്തിട്ട് പോയി കുളിച്ചിട്ടാണ് പുറത്ത് പോകുന്നതിലും കൂടിയും ആ പോകുന്ന വഴി അടുക്കളയിൽ കൂടെ ആണെങ്കിൽ നമ്മളുടെ ഡ്രസ്സിലും മുടിയിലും എല്ലാം ഇത് വീണ്ടും പിടിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കുക്കിംഗ് ഒരു ടെററാണ് എനിക്ക്. എന്നാലും നമുക്ക് ആഗ്രഹം തോന്നുമ്പോൾ എന്ത് ചെയ്യാനല്ലേ. ഇത് മാങ്ങയില്ലാതെ ഉണക്ക മാങ്ങ വെച്ചിട്ട്, മാങ്ങാത്തൊലി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, മാങ്ങാത്തൊലി വെച്ചിട്ടുള്ള അങ്കമാലി മാങ്ങാക്കറിയാണ്. മണത്തെ പേടിച്ച് ഞാൻ നമ്മുടെ ഭക്ഷണം അടുക്കളയിൽ പോലും ഉണ്ടാക്കില്ല. പാൻട്രിക്കകത്ത് ഇൻസ്റ്റൻറ്റ് പോട്ടിനകത്തൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. നമുക്കുള്ളതുകൊണ്ട് ഓണം പോലെ.